ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിൻഹരിസംഭൂത രാമാംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 109 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സീതയെ അപഹരിച്ച് രാവണൻ ആകാശമാർഗം പോകുന്ന സമയത്ത് സീത ദീനദീനമായി വിലപിച്ചുവെന്നും അവളുടെ വിലാപം കേട്ടിട്ട് ജടായു യുദ്ധസന്നദ്ധനായി വന്നു എന്നുള്ള ഭാഗമാണ് ഇനി പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു, വലിയൊരു വൃക്ഷത്തിൻ്റെ മേലെ ജടായു ഇരിക്കുന്നതായി സീത കണ്ടു എന്ന് 49 സർഗത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. 50 ആദ്യത്തിൽ പറയുന്നത് ഈ സീതയുടെ ശബ്ദം കേട്ടിട്ട് ഉറക്കത്തിലായിരുന്നെങ്കിലും അത് കേട്ടു ജടായു ഉണർന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ. തം ശബ്ദം ഔസത്തസ്തു ജടായുരഥ ശുശ്രുവേ നിരീക്ഷൻ രാവണം ക്ഷിപ്രം വൈദേഹീൻ്റെ രക്ഷസ. ഉറക്കിലാണെങ്കിൽ കൂടി കണ്ണുകൾ നോക്കിയപ്പോൾ ഈ രാവണൻ സീതയോടുകൂടി ആകാശമാർഗത്തിൽ പോകുന്നത് ആ ജടായു കണ്ടു. സീതയുടെ ശബ്ദം മനസ്സിലായി, സ്ത്രീയുടെ ശബ്ദമാണ്, വിലാപ ശബ്ദമാണ്, ആർത്തയായിട്ടാണ്, ദുഃഖിതയായിട്ടാണ്, നിലവിളിക്കുകയാണെന്ന് മനസ്സിലായി. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, രാമലക്ഷ്മണന്മാർ സീതയെ സഞ്ചരിക്കുമ്പോൾ ഈ ജടായുവിനെ കണ്ടതും ജടായു രാക്ഷസനാണെന്ന് തെറ്റിദ്ധരിച്ചതും വധിക്കാൻ ശ്രമിച്ചതും ജടായു തൻ്റെ യഥാർത്ഥ സ്ഥിതി വെളിവാക്കിയപ്പോൾ നീ ഇവിടെ സമീപ പ്രദേശങ്ങളിൽ സീതയ്ക്ക് രക്ഷയായിട്ടുണ്ടാവുമെന്ന് രാമൻ പറഞ്ഞതൊക്കെ നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ വൈദേഹിൻ്റെ ദർശഹ, വൈദേഹിയെ സീതയെ അദ്ദേഹം കാണുകയും ചെയ്തതുമാണ്. അപ്പോൾ ഈ രാവണനാണ് കൊണ്ടുവന്നതൊക്കെ വേഗത്തിൽ ഇത് മനസ്സിലാക്കി. എന്നിട്ട് ആ രാവണനോട് പറഞ്ഞു, ദശഗ്രീവസ്ഥിതോ ധർമ്മേ പുരാണേ സത്യസംശ്രയ. അല്ല രാവണ, ഇത് ശരിയായ ഏർപ്പാടല്ല നീ ചെയ്യുന്നത്. സനാതനമായിരിക്കുന്ന ധർമ്മത്തിലും സത്യനിഷ്ഠയിലും ഇരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നിന്ദിതമായ കർമ്മമാണ് ഭഗവാൻ ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ പേര് ജടായു എന്നാണ്. ഞാൻ വലിയൊരു ഗൃത്രം, വലിയൊരു കഴുകനെ പോലത്തെ വലിയ പക്ഷിയാണ്. അതുകൊണ്ട് നീ ഇവിടെ വിടൂ, ഈ ചെയ്യുന്നത് ശരിയല്ല. ഈ സുന്ദരി ധർമ്മത്തിൽ വർത്തിക്കുന്നവനായ ഒരു രാജാവിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവളെ നീ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നീ രാക്ഷസേശ്വരനാണല്ലോ. അങ്ങനെയുള്ള ആളിൽ ചെയ്യേണ്ടത് രക്ഷണീയ വിശേഷേണ രാജധാരാ മഹാബല നിവർത്തയഗതിം നീച്ച പരധാരാഭിമർശനാത്. അന്യൻ്റെ ഭാര്യയെ സ്പർശിക്കുക, അവളെ പിടിച്ചുകൊണ്ടുപോകാനുള്ള പാപത്തിൽ നിന്ന് ഒഴിവാകൂ. എപ്പോഴും രാജഭാര്യമാർ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരെ അനാദരിക്കരുത്, അവരോട് അന്യായം ചെയ്യരുത്. താല്പര്യം ഇത് വിസ്തരിച്ച് തന്നെ ധർമ്മോപദേശം ചെയ്യുന്നുണ്ട് ഈ വൃദ്ധം, ഈ ജടായു. സമാധരൽ ധീരോ യത്പരോസ്യാവിഹരയിൽ യഥാത്മന തഥന്യേഷാം ധാരാരക്ഷ്യാഭിമർശനാവേ. അന്യന്മാർക്ക് പരിഹാസതയാക്കുന്ന ഒരു നിന്ദ്യകർമ്മവും ഒരു ധീരൻ ചെയ്യാൻ പാടില്ല. നീ ധീരനും രാക്ഷസന്മാരുടെ രാജാവൊക്കെ ആണല്ലോ. അതുകൊണ്ട് ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്യൻ്റെ ഭാര്യയെ ദ്രോഹിക്കരുത്. പുലസ്ത്യൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് രാവണനെ, ബ്രഹ്മാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് നീ ആ വലിയ കേമനായിരിക്കുന്ന വംശത്തിൽപ്പെട്ട ആളാണ്. ഇതൊന്നും നിനക്ക് യോജിച്ചതല്ല. പാപസ്വഭാവനും ചപലനുമായിരിക്കുന്ന അല്ലയോ രാവണ, അങ്ങ് ചെയ്യുന്നതൊന്നും ശരിയല്ല. ഇത് തനിക്ക് വിനാശം ഉണ്ടാക്കുന്നതാണ്. അവിടെ രാജ്യത്തിലായാലും നഗരത്തിലായാലും ധർമാത്മാവായിരിക്കുന്ന രാമൻ തന്നോട് യാതൊരു അപരാധം ചെയ്തിട്ടില്ല. ഇനി ശൂർപ്പണഖയെ അംഗച്ഛേദം ചെയ്തതാകട്ടെ അവൾ അക്രമത്തിൽ ഒരുപെട്ടപ്പോഴാണ്. നമ്മളത് കണ്ടു. സീതയെ പിടിച്ചു തിന്നാന്നൊക്കെ കൊണ്ട് പോയപ്പോഴാണ് ലക്ഷ്മണൻ അവളോട് ആയുധപ്രയോഗം കൊണ്ട് അംഗഭംഗമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ജനസ്ഥാനത്തുള്ള രാക്ഷസന്മാരെ കൊന്നതാകട്ടെ ഖരൻ അങ്ങോട്ട് ഇന്ന് ആക്രമിച്ചുകൊണ്ടാണ്. ശൂർപ്പണഖയുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഖരൻ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ജടായു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാമന് യാതൊരു കുറ്റമില്ല. രാമൻ നിന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയൂ, എന്ത് തെറ്റാണ് രാമൻ ചെയ്തത്?
അത്ര ഭൂഹി ബ്രൂഹി യഥാതത്വം കോ രാമസ്യ വ്യതിക്രമ. രാമൻ ധർമ്മത്തിന് വിപരീതമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് നീ ഈ സീതയെ ഉപേക്ഷിക്കൂ. വിഷസർപ്പത്തെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി കളയാന്ന് വിചാരിക്കുന്ന പോലെയാണ് സീതയെ കൊണ്ടുപോകുന്നത്. ഇത് നിന്റെ നാശത്തിന് കാരണമാണ്. നിനക്ക് മാത്രമല്ല, കുലം തന്നെ നശിക്കും. സഭാര സൗമ്യ ഭർത്തവ്യോ യോ നരം നാവസാദയിൽ തദന്നമപി വക്തവ്യം ജീര്യതേയ ധനാമയം യത്കൃത്വാ ന ഭവേൻ ധർമ്മോ ന കീർത്തിർന യശോധ്രുവം ശരീരസ്യ ഭവേർഖേദ കസ്തൽ കർമ്മസമാകരേത്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് നിനക്ക് എന്ത് യശസ്സാണ് ഉണ്ടാവാൻ പോകുന്നത്? എന്തൊരു ധർമ്മമാണ് അതുകൊണ്ട് നിറവേറ്റാൻ പോകുന്നത്? മുഴുവൻ അപകടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശരീരത്തിന് ഖേദമല്ലാതെ ഒരു ഗുണവും യുദ്ധവും ഉണ്ടാവാനില്ല. അതുകൊണ്ട് നീ ഈ ഒരു ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കൂ എന്ന് പറയാൻ. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ വളരെ വൃദ്ധനാണ്. ജടായു പറയാൻ, ഞാൻ 60,000 കൊല്ലമായി ജനിച്ചിട്ട്, അത്രയും പ്രായമുണ്ട് എന്നർത്ഥം. എന്നാലും ആ ദശരഥൻ എനിക്ക് സുഹൃത്തായതുകൊണ്ട് ദശരഥൻ്റെ പുത്രഭാര്യയായിരിക്കുന്ന സീതയെ അപഹരിക്കുന്നത് എന്നോട് എനിക്ക് എതിർക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് നീയാകട്ടെ ഇപ്പോൾ ചെറുപ്പമൊക്കെയാണ്, ഞാൻ എന്നെ അപേക്ഷിച്ച് വളരെ ചെറുപ്പമാണ്. എന്നാലും എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ സീതയെ അനായാസമായി പ്രയാസമില്ലാതെ കടത്തിക്കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുതെന്നാണ്. ധീരോദാത്തമായ വാക്കുകളാണ് ജടായു പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്യായം ഞാൻ സമ്മതിക്കില്ല എന്നാണ്. ഈ ഒരു ബോധ്യമൊക്കെയാണ് നമ്മൾ രാമായണത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ അന്യായമോ അക്രമമോ അഴിമതിയോ ഒക്കെ കാണുമ്പോൾ എനിക്കെന്ത് നഷ്ടമുണ്ട്, എനിക്കെന്താണിപ്പോൾ എന്ന് വിചാരിച്ച് സ്വസ്ഥമായിരിക്കുക ചെയ്യുന്നത്. മറിച്ച് ധാർമ്മിക ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് തനിക്ക് ഗുണമുണ്ടോ ദോഷമുണ്ടോ നോക്കിയിട്ടല്ല, ഒരു കാര്യം അധർമ്മമാണെന്ന് വന്നു കഴിഞ്ഞാൽ താൻ കണ്ടുകൊണ്ടിരിക്കുക, താൻ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ദൃഢബോധ്യമാണ് ജടായുവിനുള്ളത്. അവിടെയാണ് ജടായു പറയുന്നത്, അന്ന ശക്തിസ്ത്വം ബദ്ധോ വൈദേഹിം പശ്യത. ഞാൻ കണ്ടുകൊണ്ടിരിക്കെ ഈ സീതയെ നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ സമ്മതത്തോടെ കൊണ്ടുപോയില്ല, ഞാൻ ജീവൻ കളഞ്ഞിട്ട് അതിനെ എതിർക്കുമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നെഹിമേ ജീവമാനസ്യാവേശ്യസ്യ ഭാവിമാം സീതാങ്കമല വക്രാക്ഷിയും രാമസ്യ മഹിതയും പ്രിയാം. രാമൻ്റെ ഭാര്യയായിരിക്കുന്ന സുന്ദരി യശസ്വിയായിരിക്കുന്ന ഈ സീതയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ജീവനുള്ളപ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ പറഞ്ഞു ചെന്നിട്ട് ആ രാവണനെ കൊക്കുകളെ കൊണ്ടും കാലിൻ്റെ നഖങ്ങളെ കൊണ്ടും ആക്രമിക്കാൻ, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ പാകമായ പഴം ഞെട്ടിൽ നടന്നു വിടുന്ന പോലെ നിന്നെ രഥത്തിൽ നിന്ന് താഴെ തള്ളിയിടുന്നുണ്ടെന്നൊക്കെയാണ് ജടായു പറഞ്ഞത്. 51-ാം സർഗത്തിൽ ആ ജടായുവും രാവണനും തമ്മിൽ തുടർന്ന് നടക്കുന്ന ഒരു യുദ്ധമാണ്. പക്ഷി മാത്രമാണെങ്കിലും അത് അപ്രമേയമായിരിക്കുന്ന ബലം ഉണ്ടായിരുന്ന ആളാണ് ഈ ജടായു. അത് തൻ്റെ എല്ലാ തരത്തിലുള്ള അവയവങ്ങളെ കൊണ്ട് രാവണനെ ആക്രമിക്കാൻ ചിറകടി കൊണ്ട് പരിഭ്രമിപ്പിച്ചു, കൊക്കുകൊണ്ട് കൊത്തി, കാലഹങ്ങളെ കൊണ്ട് കീറിപ്പൊളിച്ചു. നിസ്സാരമായിരുന്നില്ല എന്നർത്ഥം. ആകാശത്തിൽ വെച്ചിട്ട് അവർ തമ്മിൽ ഗംഭീരമായ യുദ്ധം തന്നെ നടന്നു. രോമഘർഷണമാനൊക്കെയാണ് കവി പറയുന്നതാണ്. ബഭൂവ അത്ഭുതം യുദ്ധം ഗൃദ്ധരാക്ഷസയോ തഥാ സ പക്ഷയോർ മാല്യവതോ മഹാപർവതയോരിവ. 2 വലിയ പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ അതിഭീകരമായ ശരീരമുള്ള ആളാണ് ഈ ഗൃദ്ധം. ഈ ജടായു രാവണനും അങ്ങനെയാണ്. അങ്ങനെ മല പോലുള്ള ചിറക് വെച്ച മല പോലെ 2 ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ തോന്നിയതാണ്. അപ്പോൾ 2 വലിയ മേഘക്കൂട്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോലെ. അങ്ങനെ ഇരിക്കെ രാവണൻ അനേക തരത്തിലുള്ള അസ്ത്രങ്ങൾ ഈ പക്ഷിക്കെതിരായി പ്രയോഗിച്ചു. അതെന്ത് ചോദിച്ചാൽ കുടഞ്ഞ് അതൊക്കെ വീഴ്ത്തിക്കളഞ്ഞു. ചിറകടി കൊണ്ട് അതൊന്നും തനിക്ക് കൊള്ളതാക്കി തീർത്തു. അപ്പോൾ കാലകണ്ട് പോലുള്ള കുറേ 10 ബാണങ്ങൾ ഒരുമിച്ച് രാവണൻ ജടായുവിന് നേരെ പ്രയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു ആ പക്ഷിശ്രേഷ്ഠൻ. അവിടെ പറയുന്നുണ്ട്, വിഭേദ നിശിതൈ തീക്ഷ്ണൈർ ഗൃദ്ധം ഘോരൈ ശിലീമുഖൈ. ശിലീമുഖം എന്ന് പറയുന്ന സാധാരണ ഈ പാറപ്പുറത്തൊക്കെ വെച്ച് ഒരച്ച് മൂർച്ച കൂട്ടിയിട്ടുള്ള അസ്ത്രങ്ങൾ ഇതാണ്. അങ്ങനെയുള്ള അസ്ത്രങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു, അത് കുടഞ്ഞു കളഞ്ഞു. പക്ഷെ വീണ്ടും വീണ്ടും ആ രാവണൻ അസ്ത്രം ചെയ്തിട്ട് ആ പക്ഷിയുടെ ശരീരം പടർന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കപ്പെട്ടിട്ടും ശരീരത്തിന് മുറിവൊക്കെ ഉണ്ടായിട്ടും നിറഞ്ഞു വീഴുന്ന കണ്ണോടെ ഇരിക്കുന്ന ആ ജാനകിയെ, സീതയെ കണ്ടപ്പോൾ ആ ജടായുവിൻ്റെ വീര്യം വർദ്ധിച്ചു. ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ചെയ്യുന്ന യുദ്ധം എന്നുള്ളത് കൊണ്ടുള്ള
ആ ധാർമ്മിക ബോധം കൊണ്ടുണ്ടാകുന്നൊരു ബലം ആ ജടായുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ രാവണൻ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളെ മുഴുവൻ നിസ്സാരീകരിച്ചുകൊണ്ട് വീണ്ടും രാവണൻ്റെ നേർക്ക് പറഞ്ഞു ചെന്നു. എന്നിട്ട് തൻ്റെ ആ രാവണൻ ഉപയോഗിക്കുന്ന വില്ലുകളെയൊക്കെ പാദപാദം കൊണ്ട് ഒടിച്ചിട്ടു എന്നാണ്. കാലിൽ നഖങ്ങളെ കൊണ്ടൊക്കെ അതിനെ മർദ്ദിച്ച് ആ അസ്ത്രങ്ങൾക്ക് താഴെ തള്ളിയിട്ടു. തതോ അന്യധനുരാധായ രാവണ ക്രോധമൂർച്ഛിത. രാവണൻ്റെ വില്ല് ഈ ജടായു പാറിപ്പറന്ന് ചെന്നിട്ട് കയ്യിൽ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അന്യൻ ധനുരാധായ മറ്റൊരു വില്ലെടുത്തിട്ട് അയാൾ പുറപ്പെട്ടു എന്നാണ്. ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ അവർ തമ്മിലുള്ള ആ ഒരു സംഘർഷം വർണ്ണിക്കാൻ ഈ ജടായുവിന് ആയുധമായിരിക്കുന്നത് കൊക്കും നഖവും അതിൻ്റെ ചിറകൊക്കെയാണ്. ചിറകടി കൊണ്ട് ആ പൊടി വളർത്തി ഇതിൽ പറയുന്ന ആ രാവണൻ്റെ രഥത്തിലുണ്ടായിരുന്ന കഴുതകളെയും പിശാചിൻ്റെ മുഖത്തോടുള്ള കഴുതകളാണ് അതിനെ പൂട്ടിയിരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ കൊന്നു വീഴ്ത്തി, ചിറകടി കൊണ്ട് തന്നെ അടിച്ചു വീഴ്ത്തിയെന്ന്. തേര് തകർത്തു, കൊത്തിപ്പറച്ച് തേര് തകർത്തു. അതിശക്തമായ കൊക്കുകളെ കൊണ്ട് രാവണൻ്റെ 10 കൈകളും ആളുകൊണ്ടങ്ങ് വെട്ടി വീഴ്ത്ത പോലെ അരിഞ്ഞു തള്ളിക്കളഞ്ഞു എന്നാണ്. കൊക്കുകൊണ്ട് കൊത്തി തള്ളിയിട്ടു. പക്ഷെ രാവണന് അഭേയമായ തപോബലുണ്ടായിരുന്നു. തപസ്സിൻ്റെ ഫലമുള്ളത് കൊണ്ട് ഈ കൈകളൊക്കെ മുറിച്ച് താഴെയിട്ടെങ്കിലും അത് പഴയ പോലെ തന്നെ വളർന്നു പോകുന്നതാണ്. ഇനി രാമരാവണ യുദ്ധത്തിൽ നമുക്ക് കാണാം. പല പ്രാവശ്യം രാമൻ അസ്ത്രം ഉപയോഗിച്ചിട്ട് രാവണൻ്റെ തലകൾ വീഴ്ത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പുതിയ തലകൾ മുളച്ചു വരും. അതായത് രാവണനുള്ള യോഗ്യത. അതുകൊണ്ട് ഇല്ലാതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പക്ഷി ആ 10 കൈകളും താഴെ വീഴ്ത്തി, ഒരു ഭാഗത്തുള്ള കൈകളൊക്കെ വീഴ്ത്തിയെങ്കിലും ആ രാവണൻ്റെ കൈകളൊക്കെ പൊങ്ങി വന്നു. അവസാനത്തിൽ ആ സമയത്തൊക്കെ ആ ജടായു രാവണനെ ഉപദേശിക്കുന്നുണ്ട്. നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഹനിക്കുന്നത് ശരിയല്ല, ഇത് നിനക്ക് ആപത്തിനായി തീരുന്നതാണ്, ഇത് രാക്ഷസന്മാരുടെ വംശത്തിൽ നിന്ന് നാശമായി തീരുന്നതാണ്. വജ്രസംസ്പർശ ബാണസ്യ ഭാര്യ രാമസ്യ രാവണ അല്പബുദ്ധേ ഹരസ്യേനം വധായ ഖലു രക്ഷസാം. രക്ഷസുകൾക്കൊക്കെ നാശത്തിനും അവരുടെ വധത്തിനും കാരണമായി തീരുന്നില്ല ഈ അന്യായ പ്രവൃത്തി. കൊണ്ട് ഒഴിവാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വീണ്ടും പറഞ്ഞു, നഹി യാതൊരു നിരാദർശവും കാകുസ്തോതവ രാവണ. ആ രാമലക്ഷ്മണന്മാർ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ സാധിക്കില്ല, നിൻ്റെ നാശം അതോടുകൂടി ഉണ്ടാവും. അതുകൊണ്ട് നിൻ്റെ സഹോദരനായ ഭ്രാതാവായ ഖരൻ എങ്ങനെയാണ് രാമാസ്ത്രമേറ്റ് നിലത്ത് വീണത്, അവർ നീയും വീഴേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും രാവണന് സ്വീകരണീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആള് ഗംഭീരമായ അതിനെടുത്തിട്ട് ആ ജടായുവിൻ്റെ ചിറകുകളും അതിൻ്റെ 2 കാലുകളും വെട്ടി വീഴ്ത്തി. ഇപ്പോൾ ചിറകുമില്ല കാലുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പക്ഷിക്കൊന്നും ചെയ്യാനില്ല. സംഛിന്നവാഹോ സദ്യോ വൈ ബാഹവസഹസാ ഭവൻ വിഷജാലാവിലിയുക്ത വന്മീകാദിവപന്നക. ഈ രാവണൻ ഇതിൻ്റെ കൈകൾ പൊങ്ങി വന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ വീണ്ടും കൈകൾ പൊങ്ങി വന്നപ്പോഴാണ് അത് വളരെ ബലവത്തായിട്ട് ജടായു എന്നിട്ട് ചിറക് കൊണ്ടടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ചിറകുകളൊക്കെ വെട്ടിക്കളഞ്ഞു. ഇതാണ് പിന്നെ പറയുന്നത്, തസ്യ വ്യായച്ഛമാനസ്യ രാമസ്യാർത്ഥേസ രാവണ പക്ഷോ പാദോ ച പാർശ്വോ ച. പിന്നെ 2 ചിറകുകളും കാലുകളും വെട്ടി ഓടിയിട്ട് അത് യാതൊരു നിവൃത്തിയില്ലാതെ നിലത്ത് വീണു. ഇതൊക്കെ സീത നോക്കി നിൽക്കുന്നതായിരുന്നു. സീത വല്ലാതെ ദുഃഖിച്ചു. ആ പക്ഷി നിലത്ത് വീണു എന്നുള്ളപ്പോൾ അയാൾക്ക് ഓടിച്ചെന്നു. ഇവരുടെ യുദ്ധത്തിനിടയ്ക്ക് ഒരു സമയത്ത് രാവണൻ സീതയെ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം യുദ്ധം ചെയ്യുകയും സീതയൊക്കെ തൂക്കി 2 കൂടി നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് സീത ഓടിച്ചെന്നു ഇവിടെ പറയുന്നത്. ആ നിലത്തേക്ക് സീത തന്നെ രക്ഷിക്കാമെന്ന ജടായുവിന് വലിയ ആപത്തേറ്റിരിക്കുന്നു. ചിറകെട്ട് നിലത്ത് വീണെന്നുള്ളപ്പോൾ ദുഃഖത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു. അഭ്യതാവത വൈദേഹി സ്വബന്ധുമിവ ദുഃഖിത. സ്വന്തം ബന്ധുവായ ഒരാൾക്ക് ഇതുപോലെ ചെയ്തു. എന്നിട്ട് വീണ്ടും കരഞ്ഞു. നിവാദിതം രാവണവേഗമർദ്ദിതം പുനശ്ച സംഗൃഹ്യ ശശിപ്രഭാനന രുരോധ സീതാജനകൽപ്പജാതതാം. ജനകാത്മജ വീണ്ടും കരഞ്ഞു. രാവണനാകട്ടെ അവളെ വീണ്ടും അടുത്ത് ചെന്ന് ഓടിച്ചെന്നിട്ട് അവളെ എടുത്തിട്ട് രഥത്തിൽ കയറി വീണ്ടും പുറപ്പെട്ടു എന്നാണ്. ആ സീത കരഞ്ഞുകൊണ്ടേയിരുന്നു. ത്രാഹിമാമധ്യകാകുസ്ത, അല്ലയോ രാമ, അല്ലയോ ലക്ഷ്മണ, ഇതാ ഈ മഹാഭാവിയായ രാക്ഷസനെ
കൊണ്ടുപോവാണ്, നിങ്ങളാരും ഇത് കാണാനില്ലേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നൊക്കെയാണ് നിരന്തരമായി വിലപിച്ചോളും. ആരെയും അടുത്ത് കണ്ടിട്ടൊന്നുമില്ല, ആരും കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളോടും അവൾ അഭ്യർത്ഥിക്കുന്നതായിട്ട് കാണാം. ഈ ദുഷ്ടനില എന്നെ കൊണ്ടുപോവാണ് രാമ ലക്ഷ്മണ, ഇങ്ങനെ വീണ്ടും വീണ്ടും നിലവിളിച്ചു. രാവണനാകട്ടെ ആകാശത്തേക്ക് പൊങ്ങിയിട്ട് അവിടെ കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വാൽമീകി പലതരത്തിലുള്ള അലങ്കാരങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പട്ടെടുത്തവളായ സീത രാവണൻ്റെ ശരീരത്തിൽ, അത് ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടാണല്ലോ ആകാശത്തൂടെ പോകുന്നത്. അപ്പോൾ മിന്നൽ കൊടി കൊണ്ടതായ കാർമേഘം പോലെ എന്നൊക്കെയാണ്. കാർമേഘം രാവണനാണ്, മിന്നൽ കൊടിയായിരിക്കുന്ന ഈ മഞ്ഞ വസ്ത്രത്തോടു കൂടിയ സീതയാണ്. അവളാകട്ടെ രാവണൻ്റെ ഒക്കത്ത് തണ്ടൊടിഞ്ഞ വാടിയ താമരപ്പൂ പോലെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ശരീരത്തോടുള്ള സ്പർശമൊന്നും ഇല്ലാതിരുന്നിട്ടില്ല എന്നർത്ഥം. ഒക്കെ ബലം കൊണ്ട് എഴുതിയെടുത്താണ്. അവൾ എന്ത് ചെയ്തു? രുദിതം വിപവിഷ്ടാസം ചന്ദ്രവൽ പ്രിയദർശനം സുനാസഞ്ചാരുതാംരോക്ഷം ആകാശേ ഹാടകപ്രഭം. അങ്ങനെയൊക്കെയാണ് കണ്ണീരൊക്കിക്കൊണ്ട് നിരന്തരമായി കരഞ്ഞുകൊണ്ട് ചന്ദ്രനെ പോലെ പ്രിയദർശനമായ മനോഹരമായ മൂക്കുകൊണ്ടും ചെഞ്ചുകൊണ്ടും കനകപ്രഭമായിരിക്കുന്ന ആ മുഖം എന്ത് ചെയ്തു? രാമൻ്റെ ദേഹവിയോഗം കൊണ്ട് പകലിലെ ചന്ദ്രനെ പോലെ കാണപ്പെട്ടു എന്നൊക്കെയാണ് ഇവയിലെ വർണ്ണന. പകലിലെ ചന്ദ്രൻ്റെ പ്രഭ അറിയല്ലോ, സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ചന്ദ്രൻ്റെ മനോഹാരിത വെളിവാവില്ല. അതേപോലെ ആ രാവണനോട് അവളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കിയപ്പോൾ ഒരു പാറപ്പുറത്ത് 5-6 വാനരന്മാരിയ്ക്കുന്നത് കണ്ടു. ആ സമയത്ത് അവൾ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു ലക്ഷണമായി തീരും, തനിക്ക് ഭാവിയിലെ പ്രയോജനമായി തീരാമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ആഭരണങ്ങളൊക്കെ ഒരുങ്ങി തൻ്റെ ചേലയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതിൽ പൊതിഞ്ഞിട്ട് താഴേക്കിടുകയാണ്. ഇതാണ് കിഷ്കിന്ധാകാണ്ഡത്തിൽ നമ്മൾ വിസ്തരിച്ച് കാണുക. അങ്ങനെയാണ് സുഗ്രീവാദികളുടെ കയ്യിൽ ഈ സീതയുടെ ആഭരണങ്ങൾ കിട്ടുന്നത്. അവൾക്കവർ സുഗ്രീവനാണെന്നോ ആരാണെന്നോ അറിയൊന്നുമില്ല. പക്ഷെ അവളെന്ത് ചെയ്തു? ആഭരണങ്ങൾ ശബ്ദത്തോടെ ഭൂമിയിൽ എറിഞ്ഞു. അത് താഴെ വീണ് ചെതറി എന്ന് പറയുക. താം മഹോൽക്കാമ്യവും ആകാശേ ദീപ്യമാനം സ്വതേജസ ജഹാര ആകാശമാവിച്ച സീതം വൈശ്രവണാനുജ. പക്ഷെ എന്തുകൊണ്ടോ രാവണൻ ഈ വിദ്യ സീത ചെയ്തത് കണ്ടില്ല. തൻ്റെ ആഭരണങ്ങൾ എടുത്തിട്ട് അവൾ താഴേക്ക് എറിഞ്ഞു എന്നുള്ളത് രാവണന് കാണാൻ സാധിച്ചില്ല. എന്തായാലും അയാൾ ആകാശത്തോടെ പോയി തൻ്റെ ആസ്ഥാനമായ ലങ്കയിലെത്തിയിട്ട് അപ്രഖ്യാതമായ അശോകവനികയിൽ ആ സീതയിലെത്തി. ആ സമയത്തൊക്കെ സമസ്ത ഭൂതങ്ങളും കൂട്ടമായി നിലവിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പ്രകൃതി തന്നെ സീതയോട് അനുതാപം പ്രദർശിപ്പിക്കുവാൻ ശബ്ദമൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും കൂട്ടാക്കാതെ അവളെ കൊണ്ടുപോയി. തതസ്തു സച്ചാരുഗതി ശുചിസ്മിത വിനാകൃത ബന്ധുജനേന മൈഥിലി അപശ്യതി രാഘവലക്ഷ്മണാവുഭൗ വിവർണവക്ത ഭയഭാരപീഡിത. ഭയമാകുന്ന ഭാരം കൊണ്ട് പീഡിതയായ ഭയം കൊണ്ടും പിന്നെ രാമലക്ഷ്മണനെ കാണാത്ത ദുഃഖം കൊണ്ടും ഭർത്താവിന് പിരിഞ്ഞവളായ അവൾ വളരെ ദുഃഖിതയായിട്ട് വിവർണമായ മുഖത്തോടു കൂടിയിട്ട് അവൾ അവിടെ ഇരിക്കേണ്ടി വന്നു. രാവണനാകട്ടെ അവളെ പ്രലോഭിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെ ചില ശ്രമങ്ങളൊക്കെ തുടങ്ങി. അതിലേക്ക് പറയാണ് സീത അപ്പോഴും ഈ രാവണൻ്റെ ലങ്കയിലെത്തിയതിന് ശേഷവും രാവണനോട് പറയുന്നുണ്ടോ, നീ ചെയ്തൊന്നും ശരിയല്ല. ഭർത്താവില്ല ആ സമയത്ത് നീ ഒരു ചോരനെ പോലെ കള്ളനെ പോലെ തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. രുദതീ കരുണം ചെയ്ത തമബ്രവീത്, നീ ലജ്ജയില്ലാത്തവനാണെന്ന് പറയാൻ. വിവർത്തസേ നീച കർമ്മണാനേന രാവണ, അല്ലേ രാവണ, ഇത്ര നീചമായിരിക്കുന്ന കർമ്മം കൊണ്ട് നീ നിൻ്റെ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ്. ഇത് വളരെ ഗർഹിതമാണ്. ഈദൃശം ഗർഹിതം കർമ്മ കഥം കൃത്വാന ലജ്ജസേ, ഇത്രയധികം യോഗ്യന്മാർക്ക് ചേരാത്തതായ കർമ്മം ചെയ്തിട്ട് നീ ലജ്ജിക്കുന്നില്ലല്ലോ എന്നൊക്കെ സീത രാവണനോട് പറയുന്നുണ്ട്. രാവണനെ കുറേ നിന്ദിച്ചു. അതാണ് 53-ാമത്തെ സർഗത്തിലെ ആദ്യ ഭാഗം മുഴുവൻ അതാണ്. പക്ഷെ അതൊന്നും രാവണനെ ബാധിക്കുന്നതല്ല. മൃത്യുകാലേ യഥാമർത്യോ വിപരീതാനി സേവതേ. സീത പറഞ്ഞു മരണകാലം എടുക്കുമ്പോഴാണ് വേണ്ടാത്ത ബുദ്ധിയൊക്കെ ആൾക്ക് തോന്നുക. അപ്പോൾ വിപരീതങ്ങളെയൊക്കെ ഗുണമാണെന്ന് തോന്നുന്നു. മുഹർഷൂണാം സർവേഷാം യത്പഥ്യം തന്നരോഹതേ. യഥാർത്ഥത്തിൽ തനിക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ രുചികരമായിട്ട് തോന്നുന്നു, ചെയ്യപ്പെടാമെന്നായി തോന്നുന്നു. ഏതായാലും നിന്റെ കാലം എടുത്തിരിക്കുന്നതൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് ഒരു കാലത്ത് രക്ഷ നേടാൻ കഴിയില്ല. അയാളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആയുസ്സുണ്ടാവില്ല എന്നൊക്കെ സീത പറയുന്നുണ്ട്. രാവണൻ അതൊന്നും കൂട്ടാക്കാതെ ആ ലങ്കയിലെത്തി
എന്നിട്ട് വിഷാദസൂഫികളായ രാക്ഷസികളെ, വളരെ ഘോരദർശനങ്ങളായ രാക്ഷസിമാരെയൊക്കെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു, ഇതാ ഇവിടെ വേണ്ടതുപോലെ സൂക്ഷിച്ചോളണം, എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ പുരുഷനോ സ്ത്രീയോ ഒന്നും ഇവിടെ കാണാൻ പാടില്ല. കാവൽക്കാരികളായി ഇവർക്ക് കാണാൻ നടത്തും, ബാക്കി ആരും സീതയെ കാണാൻ പറ്റില്ല. അജ്ഞാനാദി ദിവ്യാജ്ഞാനസ്യ ജീവിതം പ്രിയം. അതുകൊണ്ട് ഈ യഥൈവം യഥാ നൈനാമ്പുമാൻ സ്ത്രീവാ സീതാം പശ്യത്യ അസമ്മത, എൻ്റെ സമ്മതമില്ലാതെ കാണരുതെന്നർത്ഥം. ഇവൾക്ക് എന്തൊക്കെയാണോ മോഹമുള്ളത് അതൊക്കെ നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് സാധിക്കാവുന്നതൊക്കെ. അവൾക്ക് അങ്ങനെ അവളെ സന്തോഷിപ്പിച്ചിരുത്തണം എന്നർത്ഥം. അങ്ങനെ തൻ്റെ പ്രലോഭനം കൊണ്ട് തനിക്ക് ഉള്ള യോഗ്യതകളൊക്കെ രാവണൻ പിന്നീട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലങ്ക മേടിക്കലാണ്, 32 കോടിയുള്ള രാക്ഷസന്മാരെൻ്റെ കീഴിലാണ്, ഞാൻ ദേവാന്മാരെയും ഒക്കെ ജയിച്ചിട്ടുള്ള ആളാണ്, 11 ലോകങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന ആളാണ്. അത് ബലാക്കാരെ അവളെ പ്രാപിക്കാൻ ശ്രമിക്കുന്നില്ല, സ്പർശിച്ചിട്ടില്ല എന്ന് വാൽമീകി പറഞ്ഞിട്ടില്ല. ആ പ്രാപിക്കാതിരിക്കുന്നതിന് എന്തുകൊണ്ടാണ്? രാവണന് ശാപം ഉണ്ടായിരുന്നു, ഏതെങ്കിലും കുലസ്ത്രീകളെ എന്നൊക്കെ ഇനി ഉത്തരകാണ്ഡത്തിലൊക്കെ നമ്മൾ കാണും. ബലാക്കാരേണ ഒരാളോട് സംഘം ചെയ്യാൻ പുറപ്പെട്ടാൽ തല പൊട്ടി തെറിച്ചു പോകുന്നൊക്കെ ശാപം ഉണ്ടായിരുന്നു രാവണന്. അപ്പോൾ ഇവിടെ കൈയും കാലൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നല്ലാതെ ബാക്കി കാമപ്രവൃത്തികളൊന്നും അവർ ചെയ്തില്ല എന്നർത്ഥം. എന്നിട്ട് അവരോട് പറഞ്ഞു, അതുകൊണ്ട് അവളെ എനിക്ക് വശത്താക്കി തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. സീത കേൾക്കാന്നൊക്കെ തൻ്റെ ആത്മാനം ബുദ്ധിവൈക്ലവ്യാൽ കൃതകൃത്യമന്യത, ഈ നീതകൃത്യം ചെയ്തിട്ട് താൻ കൃതകൃത്യനായിരിക്കുന്നു, ഞാൻ വേമായ ചെയ്തിരിക്കുന്നു വിചാരിച്ചു. അതിനുശേഷം സീതയോട് വീണ്ടും പറഞ്ഞു, എനിക്ക് ഈ ഹർമ്മ്യപ്രാസാദ സമ്പാദാം സ്ത്രീ സഹസ്ര നിഷേവിതാം എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഈ കാണുന്നതായ സമ്പത്തുകൾ, വലിയ പ്രാസാദ മന്ദിരങ്ങൾ, വലിയ ഹർമ്മ്യങ്ങൾ മന്ദിരങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ യഥാർത്ഥത്തിൽ നിനക്ക് എന്ത് ചെയ്യാം, അനുഭവിക്കാം. എനിക്ക് ഭാര്യമാർ അനവധിയുണ്ട്, ഞാൻ അവരൊക്കെ എന്ത് ചെയ്യുന്നു, നിൻ്റെ കീഴിലാക്കിത്തരാം. 32 കോടി ഘോരദർശന്മാരായ രാക്ഷസന്മാർക്ക് ഞാൻ അധിപനാണ്. അതൊക്കെയാണ് സീത ലോഭിതം ഇച്ഛയാ എന്നാണ് വാൽമീകി പറഞ്ഞത്. അവളെ പ്രലോഭിപ്പിച്ച് കളയാം, തനിക്ക് വശകയാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് അവൻ ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ബഹ്വീനാം ഉത്തമ സ്ത്രീണാം അമയോസോ പരിഗ്രഹ, എനിക്ക് ഉത്തമങ്ങളായ സ്ത്രീകൾ ഭാര്യമാരായിട്ട് അനവധിയുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യും, നിന്നെ ഈശ്വരിയെ പോലെ കരുതി നിൻ്റെ കീഴിൽ വർദ്ധിച്ചുകൊള്ളും, നീ എനിക്ക് വഴങ്ങുകയാണെങ്കിൽ. ഈ ലങ്കയിലേക്ക് വന്നിട്ട് ആരെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കണ്ട, ദേവന്മാർക്കോ രാക്ഷസന്മാർക്കോ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഇന്ന് 100 യോജന വിസ്തൃതമുള്ളതായ ഈ ലങ്ക സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ ആർക്കും വലിയ എളുപ്പമല്ല. അല്ല ശക്യോ വായുരാകാശേ പാശൈർബദ്ധം മഹാദേവ ദീപ്യമാനസ്യ വാച്യഗ്നേർഗഹീതും വിമലാശിഖ. അവിടെ ആകാശത്ത് വീശുന്ന കൊടുങ്കാറ്റിനെ കയറുകൊണ്ട് കെട്ടാനാവില്ലല്ലോ, കൊടുങ്കാറ്റിനെ കയറുകൊണ്ട് കെട്ടാൻ കഴിയില്ല. അതേപോലെ ഈ കത്തിജ്വലിക്കുന്ന ഈ ലങ്കയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. എൻ്റെ കയ്യൂക്ക് കൊണ്ടാണ് ഈ ലങ്ക മുഴുവൻ ഞാൻ പരിപാലിക്കുന്നത്. അത്ര അമേയമായ ബലത്തോടു കൂടിയ മനുഷ്യരെയും രാക്ഷസന്മാരെയും ദേവന്മാരൊക്കെ ജയിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് നീ എനിക്ക് വഴങ്ങൂ എന്നർത്ഥം. വിമാനം സൂര്യസങ്കാശം ധനസാനന്ദി തന്നണേ വിശാലന്റെ മണീയഞ്ചാതദ്വിമാനം മനോജവും തത്ര സീതയെ മയാസാർത്ഥം വിഹരസ്വ യഥാസുഖം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനവധി തരത്തിലുള്ളതായ സുഖഭോഗ വസ്തുക്കളൊക്കെ എനിക്ക് അധീനമാണ്. അതുകൊണ്ട് സീത എന്നോടുകൂടി വിഹരിക്കൂ, എന്നെ കൂടെ സുഖമായിട്ട് കാമഭോഗങ്ങളൊക്കെ അനുഭവിക്കൂ എന്നൊക്കെ അവൾ പറഞ്ഞു നിർത്താം. ഏവം വദതി തസ്മിൻ സാ അവസ്ഥാന്തേന വരാംഗന. ഇങ്ങനെ തന്നെ മോഹിപ്പിക്കാൻ വേണ്ടി രാവണൻ പറഞ്ഞ വാക്കുകൾ മുഴുവൻ തിരസ്കരിച്ച് തൻ്റെ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മറച്ച് അവൾ പറഞ്ഞു, ഉവാചവചനം വീരോ രാവണോരതിനീതര അലം പ്രീഡേന വൈദേഹി ധർമ്മലോകേനതേ. അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോഴും അവളെന്ത് ചെയ്യുന്നു, ശരീരം മുഴുവൻ മറച്ചിട്ട് ഇരുന്നു. ആ സമയത്ത് ആ രാവണൻ വീണ്ടും പറഞ്ഞു, അല്ലയോ സീത, നീ ധർമ്മലോകത്തെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട. അതായത് പരമപുരുഷനെ പ്രാപിക്കുന്ന മോശമല്ലേ, ഭർത്തൃപതിയായ സ്ത്രീയാണ് താൻ എന്നൊക്കെ വിചാരിക്കുന്നില്ല, അതൊക്കെ ശുദ്ധ വിഡിത്തമാണ്. ധാർമ്മികതയെക്കുറിച്ചൊന്നും രാവണന് ബഹുമാനമുള്ളൂ. അവിടെ പാതിവൃത്തിയാതി വിഡിത്തൊന്നും വിചാരിച്ചിട്ടൊന്നും നീ എനിക്ക് എന്ത് ചെയ്യണ്ട, എനിക്ക് വഴങ്ങാതിരിക്കണ്ട. കാരണം ഞാൻ വലിയ കുലത്തിൽ പറഞ്ഞവനാണ്. അതാണ് അയാൾ പറയുന്നത്. ആർഷോയം ദേവി നിഷ്പന്ദോ യസ്ത്വാം അഭിഭവിഷ്യതി. കാരണം ഋഷികളുടെ കുലത്ത് പറഞ്ഞ ആളാണ്, പുലസ്ത്യ വംശത്തിൽപ്പെട്ട ആളാണ് രാവണൻ. വിശ്രവസിൻ്റെ മകനാണ്, പുലസ്ത്യൻ്റെ മകനായ വിശ്രവസിൻ്റെ മകനാണ്. പുലസ്ത്യനാകട്ടെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, ബ്രഹ്മാവിൻ്റെ മകൻ്റെ മകനാണ് രാവണൻ. അതുകൊണ്ട് ഞാനും വലിയ കുലത്ത് പറഞ്ഞവനാണ്. അതുകൊണ്ട്
രാക്ഷസനാണല്ലോ വിചാരിച്ചിട്ട് തള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ട് പ്രസാദം ഗുരുമേ ക്ഷിപ്രം വശ്യോദാസോഹമസ്മിതേ, ഞാൻ നിനക്ക് വശകനായിത്തരാം, ഞാൻ നിനക്ക് ദാസനായിത്തീരാം. നീ എന്ത് ചെയ്യൂ, എനിക്ക് പ്രസാദിപ്പിക്കുന്നതായ, എനിക്ക് സുഖമുള്ളതായ കാര്യങ്ങൾ ചെയ്തു. ലതാവിരാവണക്കാതിൻ മൂർത്തിനാസ്തിയും പ്രണമതേഹേ, ഞാൻ നിന്നെ എന്താണ് തലകുനിച്ച് വണങ്ങുകയാണ്. ഞാൻ വേറെ ആളോട് ഇങ്ങനെ ചെയ്യാറില്ല എന്നർത്ഥം. അത്രയധികം ഞാൻ നിനക്ക് അടിമപ്പെട്ടിട്ട് എൻ്റെ ഉള്ള സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് ഈ വാക്കുകളൊക്കെ തൻ്റെ അന്ത്യത്തിലേക്ക് കുറിക്കുന്നതാണ് മനസ്സിലായില്ല എന്നാണ് കവി പറയുന്നത്. അയാൾക്ക് എന്താ ചെയ്യുന്നത്? കൃതന്തവശമാവന്നോ മമേയമിതി മന്യതേ, തൻ്റെ പ്രലോഭനത്തിലൊക്കെ സീത കെണിയിൽ വീഴുമെന്നും തനിക്ക് വശകിയാവുന്നതാണ് വിചാരിച്ചു. യഥാർത്ഥത്തിൽ ഈ രാവണൻ എങ്ങനെയുള്ളവനാണ്? കൃതാന്തവശമാവന്നാണ്, അന്തകൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയവനാണ്. അതിനാൽ രാവണന് ഈ പ്രവൃത്തികൾ കൊണ്ടും ഈ വാക്കുകൾ കൊണ്ടൊക്കെ വരാൻ പോകുന്നത് മരണമാണ്. അപ്പം മരണത്തിൻ്റെ പിടിയിൽപ്പെട്ടവനായ രാവണന് ഈ സീത തൻ്റെതായിത്തീരുമെന്ന് തോന്നി. അതേശേൻ്റെ ആ വൈദേഹിയാകട്ടെ സീതയാകട്ടെ ഇയാളുടെ വാക്കുകളെ ലെവലേശം മാനിക്കാതെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് നിർഭയാ ശോകകർഷിത തൃണം അന്തരത കൃത്വ രാവണം പ്രത്യഭാഷത, ഒരു പുൽക്കൊടി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് അത് പുല്ലുപോലെ ഗണിച്ചുള്ളൂ എന്നർത്ഥം. അഥവാ രാവണൻ്റെ വാക്കുകളെ വലിയ വില കൊടുക്കാതെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, അല്ലയോ രാവണ, നിന്റെ ഈ വാക്കുകളൊന്നും ഈ പ്രവൃത്തിയൊന്നും ഒന്നല്ല. ഞാൻ യഥാർത്ഥത്തിൽ ആ രാമൻ്റെ ഭാര്യയാണ്, ദശരഥൻ്റെ സ്നുഷയാണ്. രാമോ നാമ സധർമാത്മാ തൃഷു ലോകേഷു വിശ്രുത, 3 ലോകത്തിലും ധർമ്മത്തിൻ്റെ പേരിൽ പ്രകീർത്തിക്കപ്പെട്ടവനാണ്. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനാണ്. ഇക്ഷ്വാകു ഗുണാങ്കുലേ ജാത സിംഹസ്കന്ധോ മഹാദ്യുതി ലക്ഷ്മണേന സഹഭ്രാത, ഭ്രാതാവായ ലക്ഷ്മണനോട് കൂടി നടക്കുന്ന ആ രാമൻ അറിയാത്തതുകൊണ്ടാണ് നിനക്ക് എന്നോടുള്ള ഈ അക്രമങ്ങളൊക്കെ നിന്റെ നാശത്തിലായി തീരും. ആ രാമൻ്റെ വില്ലിൽ നിന്ന് കൊതിച്ചു വായുന്ന അസ്ത്രങ്ങളുടെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഈ ചെയ്യുന്നതൊക്കെ പാപമാണെന്ന് മനസ്സിലാവും. നിറയെ പാപമിതം കർമ്മ സുഖോദർക്കം ഭവിഷ്യതി, ഈ പാപങ്ങൾ കൊണ്ടൊന്നും നിനക്ക് നാശം മാത്രമേ ഉള്ളൂ. നീ അതിനെ വിപരീതമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എന്നെ വേർപെടുത്തിയാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. എന്നെ വിട്ടുകളയൂ എന്ന് പറഞ്ഞു. അതൊന്നും അയാൾ കൂട്ടാക്കിയില്ല എന്നർത്ഥം. നിൻ്റെ വീര്യമോ ബലമോ ഒന്നും രാമൻ്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നില്ല. രാമൻ്റെ വില്ലിൽ നിന്ന് ചീറി വരുന്ന ആയുധങ്ങൾക്ക് മുമ്പിൽ നീ നിഷ്പ്രഭനായിത്തീരും എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഏവമുക്താത് വൈദേഹി ക്രോധ അൽസ്വപുരുഷം ഭജ രാവണൻ ജാനകീദത്ത പുനർലോവാദീഞ്ജന, ഇങ്ങനെ വീണ്ടും വീണ്ടും ആ സീത തന്നെ തീരെ തള്ളിക്കളയുന്നതായ വാക്കുകൾ പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് രാവണൻ സീതയോട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വാക്കുകൾ കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ ഏറി വന്നാൽ എന്ത് ചെയ്യാം? കാത്തിരിക്കാം. 1 വർഷം വരെ കാത്തിരിക്കാമെന്ന് സമയം കൊടുക്കുകയാണ്. ശൃണുമൈഹരി മദ്വാക്യം മാസൻ ദ്വാദശ ഭാമിനി, 12 മാസം, അതൊരു വർഷം ഞാൻ നിന്നെ കാത്തിരിക്കാം. നീ നന്നായിട്ട് വിചാരിച്ചിട്ട് എൻ്റെ ബലവീര്യങ്ങളും എനിക്ക് വശകമായിരിക്കുന്ന സുഖഭോഗങ്ങളും എന്നെ ഭർത്താവായി സ്വീകരിച്ചാലുള്ള ഒക്കെ ആലോചിച്ചിട്ട് നീയൊക്കെ വരികയോ. തഥസ്ത്വം പ്രാതരാശാർത്ഥം, നീ അത്രയൊക്കെ കാലം ഞാൻ കാത്തിരുന്നിട്ടും ക്ഷമയോടെ കാത്തിരുന്നിട്ടും നീ എനിക്ക് വശപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പ്രാതൽ കഴിക്കാനായിട്ടിരിക്കുന്നു. താൻ രാക്ഷസന്മാർ മനുഷ്യരൊക്കെ പിടിച്ചിരുന്നവരാണ്. തൻ്റെ ശരീരം ഞാൻ ഭക്ഷണമാക്കി തീർക്കുന്നതാണ്. ഇത്യുത്വാ പരുഷം വാക്യം രാവണ ശത്രുരാവണ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് പോയി എന്നാണ്. രാക്ഷസികളോട് പറഞ്ഞു, ഇവിടെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോ, ശീഘ്രമേ ഈ രാക്ഷസ്യോ വിരൂപാഘോരദർശന, അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വേണ്ടതുപോലെ ഈ സീതയ്ക്ക് ചുറ്റും നിൽക്കണം, ഇവൾക്ക് ഒരു അപകടമില്ലാണ്ട് നോക്കുകയും വേണം. അശോക അവനിക മധ്യേ മൈഥിലി നീയതാമിതി, ഇവിടെ അശോകവനെ കൊണ്ടിരുത്തു എന്ന് പറഞ്ഞു. അത് രാവണൻ്റെ കൊട്ടാരത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം അവളെ അശോകവനികയിൽ ശിംശവാവൃക്ഷത്തിൻ്റെ വിട്ട് ഇരുത്തി എന്ന് പറയാൻ. അതുകൊണ്ട് പറഞ്ഞു, നീ ഈ സീതയാകട്ടെ എന്ത് ചെയ്തു? രാക്ഷസികൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവളായ ഇവള് വലിയ കഠിനമായ ആ ദുഃഖത്തിൽപ്പെട്ടിട്ട് അവർ പറയുന്നൊന്നും കേൾക്കാതെ കാണാതെ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നല്ല, അന്ന് മനസ്സിലേക്ക് എടുക്കാതെ അവിടെ ഇരുന്നു എന്നാണ്. പതിം സ്മരന്തി ദൈതഞ്ചദേവരം വിചേതനാവുൽ ഭയശോക പീഡിത, ഭയം കൊണ്ടും ശോകം കൊണ്ടൊക്കെ പീഡിപ്പിക്കപ്പെട്ടവളായ സീത ആ ഭർത്താവായ രാമനെയും ഭർത്ത സഹോദരനായ ലക്ഷ്മണനെ ഓർമ്മിച്ചുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് 56 വരെയുള്ള
സർഗങ്ങൾ കഴിഞ്ഞത്. ഇനി നമുക്ക് ഈ രാമലക്ഷ്മണന്മാർ പിന്നീട് എന്ത് ചെയ്തു? സീതയെ കാണാതെ തിരിച്ചു അവർ രാവനെ നോക്കി പോയല്ലോ. ആ രാമൻ ലക്ഷ്മണന്മാർ തമ്മിലുള്ള സംഗമവും അവർ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വളരെ വേഗത്തിൽ ഉത്കണ്ഠയോടുകൂടി വർണ്ണാശ്രമത്തിലേക്ക് വരുന്നതും സീതയെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ. ഇതൊക്കെ അടുത്ത പ്രഭാഷണങ്ങൾ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.